ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കമ്മൽ ഉണ്ടാക്കുന്ന വീഡിയോ തന്നെയാണ്. ഇതിന് സ്റ്റോൺ ചെയിൻ എന്ന് പറയാം. ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും. എൻ്റെ അടുത്ത് ഓൾറെഡി ഇതൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഇതുകൊണ്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇത് പിന്നെ സ്റ്റോൺ നമ്മളെ മാലമുത്ത് ക്രിസ്റ്റലിൻ്റെ മാലമുത്താണ്. ഇതിങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇട്ടിട്ട് അത് നമ്മളിങ്ങനെ ലോക്ക് ചെയ്താൽ മതി. അങ്ങനെ രണ്ട് സൈഡ് ലോക്ക് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കാൻ പോണത്. ഭയങ്കര സിമ്പിളാണ്. പുറത്തുനിന്ന് നമ്മൾ ഓൺലൈനിൽ നിന്നൊക്കെ ഇങ്ങനത്തെ ഒരു കമ്മലോ അല്ലെങ്കിൽ ഒരു മാലയൊക്കെ വാങ്ങുമ്പോൾ ഭയങ്കര റേറ്റ് ആവുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ പകുതി പോലും വരുന്നില്ല. ഇതിനിപ്പോൾ എനിക്ക് ചിലവ് വന്നത് 20 രൂപയൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. കാരണം ചെയിന് നമ്മൾ കുറച്ച് വാങ്ങി വെച്ചിട്ടുണ്ടാവും. പിന്നെ സ്റ്റോണൊക്കെ നമ്മളെ കയ്യിലുള്ളത് തന്നെയാണ്. നമുക്ക് വേസ്റ്റായ നമ്മൾ മാലമുത്തൊക്കെ ഉണ്ടാകുമ്പോൾ അതുകൊണ്ടും ചെയ്തെടുക്കാൻ പറ്റും ഇത്. പിന്നെ ഇതിന് വേറൊരു സാധനം ആവശ്യമായിട്ട് വരുന്നത് ട്രേസിങ് ഷീറ്റാണ്. നമ്മൾ ഗ്ലാസ് പോലത്തെ ഒരു ട്രേസിങ് ഷീറ്റ് ഉണ്ടാകും. അതിലാണ് നമ്മൾ ഇതിൽ ഒട്ടിച്ചു കൊടുക്കുക. ഇതിൽ ഞാൻ കാണിക്കുന്നുണ്ട്. അത് നോർമലി ഗ്ലാസ് പോലത്തെ ഒരു ഷീറ്റാണ്, പക്ഷെ അത് പ്ലാസ്റ്റിക് ആയിരിക്കും എന്ന് മാത്രമുള്ള വ്യത്യാസം ഉണ്ടാവുക. അതിലാണ് നമ്മൾ ഇതിൽ ഒട്ടിച്ചു കൊടുക്കുക. ഇതാണ് ആ ഷീറ്റ് വരുന്നത്. ഇത് ട്രേസിങ് ഷീറ്റാണ്, പ്ലാസ്റ്റിക് ആണ്. ഇത് നമുക്ക് ഗ്ലാസ് പെയിൻറ് ചെയ്യാനും പറ്റുന്ന ഷീറ്റാണ്. ഇതുപോലെ ഇങ്ങനെ നമുക്ക് കമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനും പറ്റും ഈ ഷീറ്റും കൊണ്ട് തന്നെ. പശ തേച്ച് ഒട്ടിച്ചിട്ട് അതങ്ങനെ അതിൻ്റെ മുകളിൽ വെച്ച് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ടാണത് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കമ്മൽ തന്നെയാണ്. എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റും. എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് ആ മുത്ത് അതിൽ വെച്ചിട്ട് ഒന്ന് ചുറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായി തോന്നിയത്. പശ തേച്ച് ഒട്ടിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് നേരം ഉണങ്ങാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളത് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിന് ശേഷം കമ്മലിൻ്റെ ചങ്കീരി പോലത്തെ ഉള്ള സാധനം ഉണ്ടാവും, നമുക്ക് ഇടാൻ വേണ്ടിയിട്ട്. അതൊന്ന് ഒട്ടിച്ചു കൊടുക്കാനും പറ്റും. അങ്ങനെ നമുക്കിത് ഫുള്ള് സെറ്റാക്കാം. ഫുള്ള് ക്ലിയറായിട്ട് മുറിച്ചെടുക്കണം. എന്നാലേ നമുക്കൊന്ന് കാണാനൊക്കെ ഒരു വൃത്തി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇട്ടിട്ടും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് നമ്മൾക്ക് ഇങ്ങനെ നല്ല രസത്തിൽ കിടക്കുന്നുണ്ട്. പിന്നെ റെഡും വൈറ്റും കോമ്പിനേഷനും നല്ല ഭംഗിയുണ്ട്. നമ്മളിഷ്ടത്തിന് ഏത് മുത്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ വീഡിയോസ് ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്.